നമുക്ക് മുന്നിൽ വിഷയങ്ങൾ ഒരുപാടുണ്ട്. ആ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് ഓരോന്നും പരിഹാരങ്ങളുമുണ്ട്. ഇനി ആ പ്രശ്നങ്ങൾക്ക് ആരാണ് ശരിയായ പരിഹാരങ്ങൾ കണ്ടെത്തുന്നത്? ആ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുന്ന വ്യക്തികൾക്കായിരിക്കും ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെ കണ്ടെത്താൻ കഴിയുന്നത്. ആ പ്രശ്നങ്ങൾക്ക് ശരിയായ പരിഹാരം കണ്ടെത്താൻ കഴിയുന്നതും ആ വ്യക്തികൾക്കാണ്. അപ്പം ഏതൊരു മേഖലയിലേക്കും ആ മേഖലയിൽ താല്പര്യമുള്ള വ്യക്തികളെ ബന്ധിപ്പിക്കുക എന്ന തരത്തിലുള്ള ഒരു മാറ്റമാണ് വിദ്യാഭ്യാസ മേഖലയിൽ നാം കൊണ്ടുവരുത്തേണ്ടത്. സത്യമല്ലേ? അങ്ങനെ ഒരു മാറ്റം ഉണ്ടായാൽ എന്ത് സംഭവിക്കും? വിപ്ലവമായിരിക്കും നടക്കുന്നത്. കാരണം എല്ലാ മേഖലകളിലും ആ മേഖലകളിൽ താല്പര്യമുള്ള പ്രൊഫഷണൽസിൻ്റെ എണ്ണം കൂടും. അത്തരത്തിലൊരു മാറ്റം ഉണ്ടാകുമ്പോൾ എല്ലാ മേഖലകളിലെയും പ്രവർത്തനങ്ങൾക്ക് ജീവൻ വയ്ക്കും. അപ്പം അങ്ങനൊരു മാറ്റമല്ലേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്? അതായത് നമ്മളൊരു ഡോക്ടറിനെ കാണാൻ പോകുമ്പോൾ ശരിയായ രോഗങ്ങളെ കണ്ടെത്തുന്ന ഡോക്ടർ, ആ രോഗങ്ങൾക്ക് ഏറ്റവും ശരിയായ പരിഹാരങ്ങൾ കണ്ടെത്തുന്ന ഡോക്ടർ, അതേപോലെ തന്നെ എൻജിനീയറിംഗ് മേഖലയിൽ, രാഷ്ട്രീയത്തിൽ, അങ്ങനെ ഓരോ മേഖലകളിലും ആ മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ താല്പര്യമുള്ള വ്യക്തികളുടെ എണ്ണം കൂടിക്കൂടി വരുമ്പോൾ എല്ലാ മേഖലകളിലും ഒരേ തരത്തിലുള്ള ഒരു പുരോഗമനം ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ സമയത്ത് തന്നെ കുട്ടികളെ താല്പര്യം അറിഞ്ഞ് ആ മേഖലകളിലേക്ക് നയിക്കുക എന്ന് പറയുന്ന ഒരു ഉദ്യമം രക്ഷകർത്താക്കളും അധ്യാപകരും വിദ്യാലയങ്ങളും ചെയ്യേണ്ട ഒരു മഹത്തായ പ്രവർത്തനമാണ്. ഇന്ന് നമുക്ക് മുന്നിലുള്ള പല വികസിത രാജ്യങ്ങളിലും ചെയ്തിട്ടുള്ള സമീപനങ്ങളാണിത്. ആവുന്ന കാലത്ത് കാപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം. അപ്പം നമുക്ക് വിദ്യാർത്ഥികളുടെ ലൈഫിൽ ഓരോ ഘട്ടത്തിലും നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അധ്യാപകരും രക്ഷകർത്താക്കളും വിദ്യാലയവും. അപ്പോൾ അത്തരത്തിലുള്ളൊരു സമീപനം നമ്മൾ എടുത്തേ പറ്റത്തുള്ളൂ. ഇന്ന് ചെയ്യുന്ന പ്രവൃത്തിക്ക് നാളെ ഫലം. അപ്പോൾ ഇന്ന് ഏത് തരത്തിലുള്ള പ്രവൃത്തി ചെയ്യണം ആ നല്ല ഫലത്തിന് വേണ്ടി എന്നുള്ള ഒരു യുക്തിപരമായ ചിന്തയിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും മാറ്റപ്പെടാം. ഈ മാറ്റങ്ങൾ മറ്റൊന്നിനുമല്ല, നല്ലൊരു തലമുറയ്ക്ക് നല്ലൊരു സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയും. നല്ലൊരു സമൂഹത്തിന് നല്ലൊരു രാജ്യത്തെ സമ്മാനിക്കാൻ കഴിയും. സത്യമല്ലേ?